കഴിക്കാൻ നല്ല രുചികരമായിട്ടുള്ള അവലും ഏത്തപ്പഴം കൂടി ഒന്ന് വിളയിച്ചാലോ. അപ്പോൾ ആദ്യമേ പാനിലോട്ട് 200 ഗ്രാം അവലിട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലതായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. ഈ ഒരു രീതിയിലൊന്ന് പൊടിഞ്ഞ് വരണം. ഇനി പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് കാഷ്നട്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ കുറച്ച് എള്ള് 4 ടേബിൾ സ്പൂൺ കറുത്തെള്ളും വെളുത്തുള്ളും എടുത്തിട്ടുണ്ട്, അതും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ വലിയ 3 ഏത്തപ്പഴം ചെറിയ രീതിയിലൊന്ന് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് പഴുത്ത ഏത്തപ്പഴം എടുക്കരുത്, ഇത് വഴന്ന് വരുമ്പോഴേ ഇതുപോലെ ഇരിക്കണം, അങ്ങ് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഏത്തപ്പഴം എടുത്ത് ഇതുപോലൊന്ന് ഗോൾഡൻ കളറാക്കി മാറ്റി വെക്കണം. ഇനി ഇതിലോട്ട് 2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റണം. പിന്നെ നമ്മൾ ആ വറുത്ത അവലിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ച് വെക്കണം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം, ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. പിന്നെ 275 ഗ്രാം ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ അവലും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വരട്ടിയെടുക്കണം. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണം, ചെറിയൊരു വെള്ളമയൊക്കെ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ ആ വഴറ്റി വെച്ചേക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ വറുത്ത് മാറ്റി വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്ത് കഴിയാമെങ്കിൽ വളരെ രുചികരമായിട്ടുള്ള ഏത്തപ്പഴം അവൽ വിളയിച്ചത് റെഡിയായി കിട്ടും.